നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ്പ്രോ വേൾഡ് 11 നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഫിഫ്പ്രോ മെൻസ് വേൾഡ് 11. നമുക്കറിയാം, കഴിഞ്ഞ തവണ വരെ ഫിഫ ബെസ്റ്റിനോടൊപ്പം ഫിഫ്പ്രോ വേൾഡ് 11 എന്ന പേരിലാണ് ഈ വേൾഡ് 11 പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഫിഫ ബെസ്റ്റിനോടൊപ്പം ഫിഫ വേൾഡ് 11 ആണ്. അതിന് ആരാധകർക്കൊക്കെ വോട്ട് ചെയ്യാം. പക്ഷേ ഫിഫ്പ്രോ സെപ്പറേറ്റ് തന്നെ അവരുടെ വേൾഡ് 11 പ്രഖ്യാപിക്കും. അതിൽ വോട്ട് രേഖപ്പെടുത്തുക പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് മാത്രമാണ്. അതായത് ഇറ്റ് ഈസ് ദി ഓൺലി ഗ്ലോബൽ ഫുട്ബോൾ അവാർഡ് ഡിസൈഡഡ് എക്സ്ക്ലൂസീവ്ലി ബൈ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ്. പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് തീരുമാനിക്കുന്ന ഒരേ ഒരു ഗ്ലോബൽ അവാർഡാണിത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 21,000 മെൻസ് ഫുട്ബോളേഴ്സാണ് 70 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു അവാർഡിന് വേണ്ടി വോട്ട് ചെയ്യുക. വിന്നേഴ്സിൻ്റെ ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് ഡിസംബർ 9 മൺഡേ ഡിസംബർ 9 അത് CET സമയം 2 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് ഒരു 6:30 കൂടിയായിരിക്കും 9-ാം തീയതി ഇതിൻ്റെ ഫൈനൽ 11 പ്രഖ്യാപിക്കുക. ഏതായാലും 2023 ഓഗസ്റ്റ് 21 മുതൽ 2024 ജൂലൈ 14 വരെയുള്ള പ്രകടനം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ബെസ്റ്റ് 11 പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പം 26 അംഗ നോമിനേഷൻ ലിസ്റ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പേഴ്സായിട്ട് 3 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എഡേഴ്സൺ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സൺ, ആസ്റ്റൺ വില്ലയുടെ അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, ബയൺ മ്യൂണിക്കിന്റെ ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ എന്നിവരാണ് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡിഫൻഡേഴ്സായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റയൽ മാഡ്രിഡിന്റെ സ്പാനിഷ് ഡിഫൻഡർ ഡാനി കർവാഹൽ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് ഡിഫൻഡർ റൂബൻ ഡയസ്, ലിവർപൂളിന്റെ നെതർലൻഡ്സ് ഡിഫൻഡർ വെർജിൽ വാൻഡേക്ക്, ബയർ ലെവർക്യൂസന്റെ നെതർലൻഡ്സ് ഡിഫൻഡർ ജെർമൈൻ ഫ്രിംപോങ്, അതുപോലെ റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ ഡിഫൻഡർ അന്റോണിയോ റൂഡിഗർ, ആഴ്സണലിന്റെ ഫ്രഞ്ച് ഡിഫൻഡർ വില്യം സാലിബ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇംഗ്ലീഷ് ഡിഫൻഡർ കെയ്ൽ വാക്കർ. മധ്യനിരയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് റയൽ മാഡ്രിഡിന്റെ ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ ജൂഡ് ബെല്ലിംഗാം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ മിഡ്ഫീൽഡർ കെവിൻ ഡിബ്രൂയിനെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ ഫിൽ ഫോഡൻ, റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ മിഡ്ഫീൽഡർ ടോണി ക്രൂസ്, റയൽ മാഡ്രിഡിന്റെ ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ലൂക്ക മോഡ്രിച്ച്, ബയൺ മ്യൂണിക്കിന്റെ ജർമ്മൻ മിഡ്ഫീൽഡർ ജമാൽ മുസിയാല, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ റോഡ്രി, റയൽ മാഡ്രിഡിന്റെ ഉറുഗ്വായ് മിഡ്ഫീൽഡർ ഫെഡെ വാൽവെർദെ. ഇതിലിപ്പോൾ ടോണി ക്രൂസ് വിരമിച്ചെങ്കിലും പരിഗണിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചിരുന്നതാണ്. ഫോർവേഡുമാരായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ്, ബയൺ മ്യൂണിക്കിന്റെ ഇംഗ്ലീഷ് താരം ഹാരി കെയ്ന്, പാരീസ് സെന്റ് ജർമന്റെ പിന്നീട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ഫ്രഞ്ച് താരം കിലിൻ എംബാപ്പെ, ഇന്റർ മയാമിയുടെ അർജന്റീൻ സൂപ്പർ താരം ലിയോ മെസ്സി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പിന്നീട് ചെൽസിയിലേക്കൊക്കെ പോയ ഇംഗ്ലീഷ് താരം കോൾ പാൽമർ. ഇപ്പോൾ അദ്ദേഹം ചെൽസിയിലാണ്, പക്ഷേ ഈ ഒരു പരിഗണിച്ച കാലഘട്ടത്തിലെ കണക്ക് കൂടിയാണ് അവർ പറയുന്നത്. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ ചെൽസിയിലേക്ക് പോയ ഇംഗ്ലീഷ് താരം കോൾ പാൽമർ, അൽ നസറിന്റെ പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സ്ട്രൈക്കർ വിനി ജൂനിയർ, ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ലാമിൻ യമാൽ. ഇവരാണ് ഈ ഒരു വേൾഡ് 11 ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വേൾഡ് 11 ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 1 ഗോൾ കീപ്പർ, 3 ഡിഫൻഡർമാർ, 3 മിഡ്ഫീൽഡേഴ്സ്, അതുപോലെ തന്നെ 3 ഫോർവേഡുമാർ. ഇവരെ മോസ്റ്റ് വോട്ട്സ് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 11 ഉൾപ്പെടുത്തും. അപ്പോൾ പക്ഷേ 10 പേരെ ആയിട്ടുണ്ടാവുകയുള്ളൂ. ഫൈനൽ സ്പോട്ട് ഫില്ല് ചെയ്യപ്പെടുന്നത്, അതായത് ഒരാൾ കൂടി വേണമല്ലോ, അത് ഫില്ല് ചെയ്യപ്പെടുന്നത് റിമൈനിങ് ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിൽ നിന്ന് നെക്സ്റ്റ് ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് എടുത്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അടുത്ത ഹയസ്റ്റ് വോട്ട് കിട്ടിയിരിക്കുന്നത് ഡിഫൻഡർക്കാണെങ്കിൽ 4-3-3 രൂപത്തിലാവും. അതല്ല മധ്യനിരയിലാണെങ്കിൽ 3-4-3 എന്നാവും. അതല്ല ഫോർവേഡ് ആണെങ്കിൽ 3-3-4 എന്ന രൂപത്തിലായിരിക്കും 11 ഫോർമേഷൻ വരിക. ഏതായാലും കാത്തിരിക്കാം. ഡിസംബർ 9 ഈ ഒരു ഫൈനൽ 11 പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും ഒരിക്കൽ കൂടി ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.